ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറച്ച് ഡിസൈൻസ് ന്യൂ ഇയർ സ്പെഷ്യലിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വിദ്യ അത് കൃഷിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനെല്ലാം കൃഷി നല്ല കോംപ്ലിമെന്റ് കൊടുക്കുമ്പോൾ മാനസിക ഇത് കേട്ട് ഒട്ടും സഹിക്കുന്നില്ല. എന്നിട്ട് വിദ്യയെ ഇകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. ഓ, ഈ ഡിസൈനാണോ? ഇതൊക്കെ വെറും പൊട്ടയാ, ഇത് ഞാൻ നേരത്തെ കണ്ടതാണ്. വിദ്യക്ക് തീരെ സെൻസ് ഇല്ല കേട്ടോ. വിദ്യയെ പോലുള്ള ഒരു കാരണമാണ് കമ്പനി ഇതുവരെ അധികം പ്രോഗ്രസ് ആവാത്തത്. എന്തായാലും സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് ഞാൻ റിപ്ലൈ തരാമെന്ന് പറഞ്ഞ് കൃഷി അവിടെ നിന്ന് പോവുകയാണ്. കൃഷി പോകാൻ തുടങ്ങുന്നതും വിദ്യ വീണ്ടും ചോദിക്കുന്നുണ്ട്, ദേവ്ജി ഇനി ഈ സ്ഥാപനത്തിൽ ഉണ്ടാവുമെന്ന്. പക്ഷെ മാനസ് അതിനിടയിൽ കയറി പറയുന്നുണ്ട്, ദേവ്ജിക്ക് ഈ കമ്പനിയുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ല, അയാൾ ഇനി ഇവിടെ ഉണ്ടാവില്ല. എന്നിട്ട് വിദ്യ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് മാനസ. എന്നിട്ട് മാറ്റി നിർത്തി വിദ്യയോടായിട്ട്, കൃഷിനോടെ നീ ഇനി അമിത സ്വാതന്ത്ര്യം ഒന്നും എടുക്കണ്ട, ഞാനാണ് കൃഷിന്റെ വുഡ്ബി ആകാൻ പോകുന്നത്. ഓഫീസ് കാര്യമായിട്ടാണെങ്കിലും പേഴ്സണൽ കാര്യമായിട്ടാണെങ്കിലും ഒരു കയ്യകല ഇട്ട് മതി എം ഡിയോട് സംസാരിക്കാൻ. ദേവ്ജിയുടെ കാര്യം നീ ചോദിച്ചല്ലോ, ആ പേര് ഈ ഓഫീസിൽ നീ സംസാരിക്കാനും പാടില്ല എന്നിങ്ങനെ അഹങ്കാരത്തോടെ കൽപ്പിക്കുന്നുണ്ട് മാനസ വഴക്ക് പറഞ്ഞതിന്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ പിന്നീട് വിദ്യ തന്റെ സ്റ്റാഫ്സുമായിട്ട് പറയുകയാണ്. എല്ലാവരുടെയും ഡിസൈൻ മേടിച്ചിട്ടാണ് അവൾ എന്നെ ചൊറിയാൻ വരുന്നത്. അടുത്ത ഡിസൈൻ വരട്ടെ, അപ്പൊ കാണാം പുകച്ച് പുറത്ത് ചാടുന്നത്. ഇതെല്ലാം കേൾക്കുന്ന ഒരു സ്റ്റാഫ്, സത്യത്തിൽ ആ ഡിസൈൻ ആര് വരച്ചതാന്ന് വിദ്യയോടായിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ, കൺമണി വരച്ചതാണെന്നല്ലേ ദേവ്ജി പറയുന്നത്. ദേവ് സാർ അങ്ങനെ വെറുതെ ഒന്നും പറയില്ല, ആ ഡിസൈനിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. അതോടൊപ്പം കൺമണി ഒന്ന് നേരിൽ കണ്ട് ഇതിന്റെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് വിദ്യ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഡൽഹിയിൽ പോകാൻ തുടങ്ങുന്ന കൃഷാണെങ്കിൽ മഹിയോടായിട്ട് വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് മാനസിക അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നും എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കണമെന്നും. പിന്നീട് സുജിയാണെങ്കിൽ സാഗറിനോട് വന്ന് തിരക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോയി കൺമണിയെ കണ്ടാലേ മനസ്സമാധാനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് മനസ്സമാധാനമൊക്കെ കിട്ടിയോ? ഇപ്പൊ സാഗർ പറയും കേട്ടോ, മനസ്സമാധാനം മാത്രമല്ല കുറച്ച് തിരിച്ചറിവും എനിക്ക് കിട്ടി സുജയ്. ഇത്രയും വ്യക്തിത്വമുള്ള ഒരു കുട്ടിയെ അടുത്ത കാലത്തൊന്നും ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. വലിയ കമ്പനി എം ഡി ആണ്, ആലയാണ് മലയാണ് എന്നൊക്കെയാണ് ഞാൻ എന്നെക്കുറിച്ച് കരുതിയിരുന്നത്. പക്ഷേ ആ കുട്ടിയായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഞാൻ വെറും നിസ്സാരമാണല്ലോ. ഇവരുടെ ഈ സംസാരമെല്ലാം അപ്പച്ചിയാണെങ്കിലും ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട്. ഒന്നും രണ്ടൊന്നുമല്ല, 10 ലക്ഷം രൂപയാണ് ഞാൻ അവൾക്ക് ഓഫർ ചെയ്തത്. അതവള് നന്ദിയോട് നിരസിച്ചു. വളരെ കൂളായിട്ട് കമ്പനിയുടെ ജോലിയും വേണ്ടെന്ന് വെച്ചു. വളരെയധികം ബുദ്ധിമുട്ടി ജീവിക്കുന്നവരാണ് ആ അച്ഛനും മോളും. നീ എഴുതി വെച്ചോ, ഒരു നാട് മുഴുവൻ ആദരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും ആ കൺമണി. അത്രയ്ക്ക് നന്മയുള്ള കുട്ടിയാണെന്നൊക്കെ കൺമണിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇതേ സമയം അപ്പച്ചി ഇതെല്ലാം കേട്ടിട്ട് ഒന്നും അറിയാത്ത ഭാവത്തില് ആരെ പറ്റിയാ ഈ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിങ്ങനെ വരുമ്പോ സാഗർ ആ കൺമണിയെ പോയി കണ്ടിരുന്നു. ഉടനെ അപ്പച്ചി ചോദിക്കുന്നുണ്ട്, ഏത് കൺമണിയാ? ഓ, ആ ദേവ്ജി പിടിച്ച് സ്റ്റേജിൽ കയറ്റി ആളാകാൻ നോക്കിയ ആ പെണ്ണോ? അവള് കാരണമാ ആ ഫംഗ്ഷൻ തന്നെ കുറച്ചൊന്ന് കൊളായത്. അല്ല, അവളെ പറ്റി എന്താ ഇത്ര പറയാൻ? അപ്പൊ സുജി പറഞ്ഞു കൊടുക്കും, അവൾക്ക് സാഗർ 10 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞു, ജോലി ഓഫർ ചെയ്തു, രണ്ടും പക്ഷെ അവൾ നിരസിച്ചു. സാഗറും പറയുന്നുണ്ട്, ആ ഡിസൈൻ അവളല്ല ചെയ്തതില് അവൾ ഉറച്ചു നിന്നുവെന്ന്. പച്ചിയപ്പോ പറയും കേട്ടോ, മാനസ ചെയ്ത ഡിസൈൻ എങ്ങനെയാ അവള് ചെയ്തുവെന്ന് അവൾക്ക് പറയാൻ സാധിക്കുക? വല്ലവരും കഷ്ടപ്പെട്ട് ചെയ്യുന്നത് സ്വന്തമാക്കാൻ നോക്കിയാ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. ആളകത്താവും, അത് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവളുടേതല്ലെന്നും പറഞ്ഞ് അവള് സത്യം തുറന്നു പറഞ്ഞത്. പിന്നെ 10 ലക്ഷം വേണ്ടെന്ന് വെച്ചത് അവള് ബുദ്ധിമതിയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മതിപ്പ് വരുമെന്ന് അവൾക്കറിയാം. ഇനി അവളൊരു 10 ലക്ഷം രൂപ ചോദിച്ചു നിന്നിരിക്കട്ടെ, നീ അത് കൊടുത്തു. അതിനെയാണ് അതിബുദ്ധി എന്ന് പറയുന്നത്. നിന്നെ പോലെ നേരായ മനസ്സുള്ളവർക്ക് അത് മനസ്സിലാവില്ലടാ. ഇതൊക്കെ കേട്ട് സാഗറിന് ദേഷ്യം വരുന്നുണ്ട്. സാഗർ പറയുന്നുണ്ട്, എന്റെ ചേച്ചിയമ്മ ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ ഒന്നും കാര്യങ്ങൾ ചിന്തിക്കല്ലേ. ആ കൺമണിയായിട്ട് ചേച്ചിയമ്മ അടുത്ത് പെരുമാറി നോക്ക്, അപ്പൊ മനസ്സിലാകും ആ കുട്ടിയുടെ നന്മ. ഇതുപോലൊരു കുട്ടി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായാൽ കൊള്ളാമെന്ന് തോന്നിപ്പോവും. പക്ഷേ അവരാണെങ്കിൽ പിന്നെയും കൺമണിയും ദേവ്ജിയും പറ്റി ഓരോ കുറ്റങ്ങൾ വീണ്ടും വീണ്ടും മെനഞ്ഞുണ്ടാക്കി പറയുകയാണ്. ഇതെല്ലാം ദേവ്ജിയുടെയും കൺമണിയുടെയും ഗൂഢതന്ത്രത്തിൽ നിന്നുണ്ടായ കാര്യങ്ങളാണ്. പക്ഷേ അവര് പ്ലാൻ ചെയ്ത പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല. പിന്നീട് അവള് ഹരിശ്ചന്ദ്രയായി ആക്ട് ചെയ്യാൻ നോക്കി. സാഗറെ, ഞാൻ ഒന്നുകൂടെ പറയാം, പാത്രം ഇറങ്ങിയ ഭിക്ഷ കൊടുക്കാവൂ. നമ്മൾ എപ്പോഴും നമ്മുടെ തുല്യരുമായിട്ട് ഇടപെടാവൂ. ആൾക്കാരെ മനസ്സിലാക്കാൻ നീ പലപ്പോഴും പുറകില്ല. സുജിയോടും പറയുന്നുണ്ട്, നിന്റെ ഒരു കണ്ണ് എപ്പോഴും ഇവന്റെ മേലുണ്ടാവണം. അതെ എനിക്ക് പറയാനുള്ളൂ. അവര് പോയ ഉടനെ സുജി ചോദിക്കുന്നുണ്ട്, ചേച്ചിയമ്മ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോന്ന്. എന്ന് സാഗർ പറയും കേട്ടോ, അങ്ങനെ ഒരു കുട്ടിയല്ല കൺമണിയെന്ന്. പിന്നീട് ധനലക്ഷ്മിയോട് ചിറ്റമാരെല്ലാം ചെന്ന് ആ സ്റ്റേജിൽ നടന്ന കാര്യങ്ങളൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് കൺമണിയും ശ്രീനിവാസനും കൂടെ വീട്ടിലെത്തിച്ചേരുന്നത്. അപ്പൂനാണെങ്കിൽ അവർ വന്നു എന്ന് കാണുമ്പോഴത്തേക്കും സന്തോഷമാവുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ തുടങ്ങുന്നതും ധനലക്ഷ്മി അവനെ പോകാൻ അനുവദിക്കുന്നില്ല. ആശുപത്രിയിൽ നിന്ന് വന്ന വല്ല പകർച്ചവ്യാധികളും വരുമെന്നും പറഞ്ഞ് അവനെ അവിടെ തന്നെ പിടിച്ചിരുത്തുന്നുണ്ട്. അവര് കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രം അടുത്തോട്ട് ചെന്നാൽ മതിയെന്നും പറയുന്നു. ശ്രീനിവാസൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ സഞ്ചിയിലാക്കി കൊണ്ടുവന്നിരിക്കുന്നത് കാണുമ്പോൾ, അതൊന്നും ഇനി ഇവിടെ ഉപയോഗിക്കണ്ട, പോയി കത്തിച്ച് കള, എന്നിട്ട് കുളിച്ചിട്ട് കയറിയാൽ മതി, രണ്ടുപേരും അകത്തോട്ടെന്ന് പറയുന്നുണ്ട്. കൺമണിക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ധനലക്ഷ്മിയോട്. അങ്ങനെ തുറിച്ചു നോക്കുമ്പോൾ ധനലക്ഷ്മി കൺമണിയും ചീത്ത പറയുന്നു. അപ്പച്ചി അപ്പൂപ്പനെ ഇങ്ങനെ വഴക്ക് പറയല്ലേന്ന് ധനലക്ഷ്മിയോട് പറയുന്നുണ്ടെങ്കിലും ധനലക്ഷ്മി അപ്പൂനെയും ചീത്ത പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് പഠിക്കാൻ പറയുന്നു. എന്തായാലും കൺമണിയും ശ്രീനിവാസനും അകത്തേക്ക് കയറാതെ ചിത്രങ്ങളെല്ലാം ആദ്യം കത്തിക്കാനും പിന്നീട് കുളിക്കാനും ഒക്കെ
ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം ശ്രീനിവാസന്റെ പെങ്ങന്മാരെല്ലാവരും കൂടി ശ്രീനിവാസന്റെ അടുത്ത് നിന്ന് വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയാണ്. ഏട്ടാ, ഞങ്ങൾക്കറിയാം ഹോസ്പിറ്റലിൽ ഞങ്ങൾ വരാതിരുന്നതിന് ഏട്ടന് ദേഷ്യമുണ്ടെന്ന്. അങ്ങനെ അവർ പറഞ്ഞു തുടങ്ങുമ്പോൾ അങ്ങനെയൊന്നുമില്ല, എനിക്ക് ദേഷ്യം എന്നോട് തന്നെയാ. ഞാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവുകയല്ലേ. നിങ്ങളുടെ കൺമുന്നിലാണ് ഞാൻ കുഴഞ്ഞു വീണത്. ഉണ്ടോ മരിച്ചോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയെങ്കിലും ഒന്ന് വരുമെന്ന് ഞാൻ കരുതി. ഒരേ ചോരയല്ലേ അനിയത്തിമാരെ നമ്മുടെ ദേഹത്തൂടെ ഓടുന്നത്. അത് പിന്നെ കമ്പനി പരിപാടിക്കിടയിലേ ഞങ്ങൾ ആശുപത്രിയിലേക്ക് വന്നാൽ അത് ഞങ്ങളുടെ ജോലിയെ ബാധിക്കുമെന്ന് അപ്പച്ചി പറഞ്ഞപ്പോൾ മറ്റൊരപ്പച്ചിയും അതിന് സപ്പോർട്ടായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല, കൺമണി കാരണമല്ലേ ഓഫീസ് പരിപാടി ചെറുതായിട്ടൊന്ന് കുളമായത്. ഇനി ഞങ്ങളും ഹോസ്പിറ്റലിലേക്ക് വന്നതെന്ന് അറിഞ്ഞാൽ ഞങ്ങളും കൺമണിയുടെ വശത്താണെന്ന് സ്റ്റാഫ്സ് എല്ലാം പറഞ്ഞുണ്ടാക്കും. അത് ജോലിയെ ബാധിക്കും. ശ്രീനിവാസൻ എന്തായാലും അവരുടെ സംസാരം എല്ലാം കേട്ടിട്ട് കുഞ്ഞുനാളില് എന്റെ പെങ്ങന്മാർക്ക് എല്ലാത്തിനും ഞാൻ തന്നെ വേണമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ സുലോചന പറയുന്നുണ്ട്, കുഞ്ഞുനാളില് നമ്മള് കഞ്ഞിയും പയറും ഒക്കെ വെച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു, എന്ന് വെച്ച് മുതിരുമ്പോഴും അങ്ങനെ ചെയ്യുമോ എന്നിങ്ങനെ പരിഹാസ രൂപേണ പറയുമ്പോൾ ശ്രീനിവാസൻ അതൊക്കെ കേട്ടിട്ട് വല്ലാതെ വിഷമമാകുന്നുണ്ട്. എന്തായാലും എന്റെ മുന്നിൽ നിന്ന് തൽക്കാലം നിങ്ങൾ 3 പേരും ഒന്ന് പോയി തരാൻ പറയുന്നുണ്ട് ശ്രീനി. ഉടനെ സുലോചന പറയും, ഏട്ടാ ഞങ്ങൾ പോകാം, പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഏട്ടന്റെ ഈ അസുഖത്തിനും കുടുംബത്തിലെ കുഴപ്പങ്ങൾക്കൊക്കെ കാരണത്തും ആ കൺമണിയാണ്. സത്യഭാമയും പറയുന്നുണ്ട്, അതെ, അവളുടെ ജാതകദോഷം കാരണം തന്നെയാണ് ഈ കുടുംബത്തിലെ സകല അനർത്ഥങ്ങൾക്കും കാരണം. അവള് ജനിച്ച ഉടനെ ഏട്ടത്തിൽ പോയി, ഏട്ടന് വിട്ടുമാറാത്ത അസുഖമായി, ഞങ്ങൾക്ക് കല്യാണം വരാതായി, ഞങ്ങളുടെ വസ്തുക്കളും പോയി. സുലോചന വീണ്ടും പറയും, കൺമണിക്ക് തന്നെ വീണ്ടും ഒരു ജോലി ഉറക്കാത്തതും അവള് പോകുന്ന സ്ഥലത്തെല്ലാം ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം അവളുടെ ജാതകദോഷം തന്നെയാ. സത്യം പറയാലോ, അവളെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയാ, കരിന്തേള് വരുന്നത് പോലെയാ ഞങ്ങൾക്ക് തോന്നുന്നത് എന്നൊക്കെ 3 പേരും കൂടെ മാറി മാറി കൺമണിയെ കുറിച്ച് ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രീനിവാസനാണെങ്കിൽ ശരിക്കും സങ്കടം വരുന്നുണ്ട്. ശേഷം അവർ വീണ്ടും പറയുന്നുണ്ട്, പറയുന്നോണ്ടൊന്നും തോന്നരുത്, അവളെ വല്ല ആശ്രമത്തിലും പറഞ്ഞുവിട്, അവിടെ പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവളങ്ങനെ ജീവിച്ചോളും. ഇതെല്ലാം കേട്ട് ശ്രീനിയും പൊട്ടിത്തെറിച്ചുകൊണ്ട് അവരോട് നിർത്താൻ പറയുന്നു. എന്റെ മോളെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയാ അനിയത്തിമാരാണെന്നൊന്നും ഞാൻ നോക്കില്ല, അടിച്ച് പല്ല് താഴെയിടും. അമ്മയില്ലാത്ത ആ പാവത്തിനോട് സഹതാപം കാണിക്കണ്ട, ദ്രോഹിക്കാതെങ്കിലും ഇരുന്നൂടെ. ജാതക നിമിഷം പോലും നോക്കിക്കോ, അവളുടെ കുഴപ്പം കാരണം നീയൊക്കെ നാളെ അവളുടെ അമ്മായിമാരാണെന്ന് പറയാൻ മത്സരിക്കും. ഇത് കേൾക്കുന്ന സുലോചന, അയ്യടാ, ആ ദേവ്ജി പറഞ്ഞു കേട്ടതുകൊണ്ടായിരിക്കും മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കുന്ന. ഇല്ലാക്കഥ പറഞ്ഞതിനെ ദേവ്ജിയെ ആ ചടങ്ങിൽ നിന്ന് ആട്ടി അകറ്റി. ദേവ്ജിക്ക് തലയ്ക്ക് ലൂസാ, കൺമണിയെ കുറിച്ച് ഒരു പ്രതീക്ഷയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിന്ന് പോവുകയാണ്. കൺമണി വരുമ്പോൾ കാണുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീനിവാസനെയാണ്. കൺമണി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, എന്താ പറ്റിയത്? ശ്രീനിവാസനാണെങ്കിൽ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൺമണി ആ സമയം ശ്രീനിവാസനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. പിന്നീട് ധനലക്ഷ്മി ആണെങ്കിലും കൺമണിയെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. സത്യം പറയണം, ഇന്നലെ കാശ് കൊടുക്കാൻ എവിടുന്ന് ആ പൈസ കിട്ടിയത്? ഒരാൾ തന്നതാണെന്നും അയാൾ എനിക്കത് കടമായിട്ട് തന്നതാണെന്നും കൺമണി പറയുന്നുണ്ടെങ്കിലും ധനലക്ഷ്മി അത് വിശ്വസിക്കുന്നില്ല. ഒടുവില് മനോജേട്ടനല്ലേ നിനക്ക് ആ കാശ് അയച്ചു തന്നെന്ന് ചോദിക്കുമ്പോൾ മനോജേട്ടൻ കാശ് അയച്ചു തരാനോ? പക്ഷേ ധനലക്ഷ്മി അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മനോജേട്ടനാണ് കാശ് അയച്ചു തന്നതെന്ന്. നീയും അച്ഛനും കൂടെ മനോജേട്ടനെ വിളിച്ച് അറിയിച്ചു കാണും. അച്ഛന്റെ അസുഖം 1നെ 10 പറഞ്ഞു. അത് കേട്ട ഉടനെ മനോജേട്ടന്റെ മനസ്സലിഞ്ഞു, കാശ് അയച്ചു തന്നു. പറയടി, അതല്ലേ സംഭവിച്ചത്? പക്ഷെ കൺമണി പറയും, ഏട്ടത്തി ഇങ്ങനെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കി പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? ഈ കാശ് വേറൊരാൾ തന്നതാണെന്ന് പറയുന്നുണ്ട് കൺമണി. എന്നാൽ ധനലക്ഷ്മി വീണ്ടും ദേഷ്യപ്പെടുകയാണ്. 5 പൈസക്ക് ഗതിയില്ലാത്ത നിനക്ക് ആരാടി പൈസ തന്നത്? നീ ഇത് മനോജേട്ടന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിയതാ. അച്ഛനും മോനും കൂടി എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്താണ് മനോജിന്റെ കോള് വരുന്നത്. മനോജേട്ടനാണ് വിളിക്കുന്നത്. ഇപ്പൊ സത്യം ഞാൻ പുറത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടാണ് ധനലക്ഷ്മി സംസാരിക്കാൻ പോകുന്നത്. മനോജ് പറയുന്നുണ്ട്, ഞാൻ കൺമണിയുടെ കാര്യം പറയാനാണ് വിളിച്ചതെന്ന്. കൺമണിയുടെ ഒരു ആലോചനയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവര് ഞായറാഴ്ച അങ്ങോട്ട് എത്തും. ഞായറാഴ്ചക്ക് മുമ്പ് ഞാനും അങ്ങോട്ട് എത്തും. വീടൊക്കെ ഒന്ന് ഒരുക്കി ഇട്ടേക്കണേ. ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട്, കൺമണി വിളിച്ചപ്പോ ഈ കാര്യം പറഞ്ഞില്ലേ എന്ന്. അപ്പൊ മനോജ് പറയും, അതിന് ഞാൻ കൺമണിയെ വിളിച്ചിട്ട് 2-3 ദിവസമായിടോ, ജോലി തിരക്ക് കാരണം വിളിക്കാൻ പറ്റിയില്ലായിരുന്നു. കൺമണി അടുത്തുണ്ടെങ്കിൽ ആ ഫോണിന്ന് കൊടുക്കാൻ പറയുമ്പോൾ ഇപ്പൊ കൊടുക്കാന്ന് പറഞ്ഞ് കൺമണിക്ക് ഫോൺ കൊടുക്കുകയാണ് ധനലക്ഷ്മി. കൊടുക്കുന്നതിന് മുമ്പ് കൺമണിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അച്ഛൻ ഹോസ്പിറ്റലായത് മനോജേട്ടൻ അറിഞ്ഞിട്ടില്ല എന്നും എനിക്ക് മനസ്സിലായി, ഇനി നീയായിട്ടൊന്നും പറഞ്ഞു കൊടുക്കരുത്. കൺമണിയാണെങ്കിൽ മനോജ് അച്ഛനെ പറ്റി ചോദിക്കുമ്പോൾ അച്ഛനൊരു കുഴപ്പമില്ലെന്ന് തന്നെയാണ് പറയുന്നത്. ശേഷം മനോജ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അച്ഛനെ ജോലിക്കൊന്നും പറഞ്ഞു വിടരുത്, പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും നീ എന്നെ വിളിക്കണം, കാശിന് ആവശ്യമുണ്ടെങ്കിലും ഏട്ടനോട് പറയാൻ മടിക്കരുത് എന്നൊക്കെ പറയാന്ന് സമ്മതിക്കുന്നുണ്ട് കൺമണിയും. അതിനുശേഷം കൺമണി, ഏട്ടാ എന്റെ കല്യാണാലോചനയുടെ കാര്യം ഏട്ടൻ പറഞ്ഞല്ലോ, തൽക്കാലം ആലോചനയൊന്നും വേണ്ട. പക്ഷെ മനോജ് പറയും, മോൾ അങ്ങനെയൊന്നും പറയണ്ട, ഏട്ടൻ അതൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ 2 ദിവസത്തിനുള്ളിൽ ഏട്ടൻ അങ്ങോട്ട് വരും. ശേഷം ഫോൺ വയ്ക്കുവാണെന്ന് പറഞ്ഞു ഫോൺ വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കൺമണി ധനലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ ഏട്ടത്തിക്ക് മനസ്സിലായല്ലോ ഞാൻ ഏട്ടന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടില്ല എന്ന്. ധനലക്ഷ്മി ആണെങ്കിൽ പിന്നെയും ഓരോന്ന് പറഞ്ഞു കൺമണി വെറുപ്പിക്കുന്നുണ്ട്. പിന്നെ കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞല്ലോ, വിരുന്നുകാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള പലഹാരങ്ങളുടെയൊക്കെ കാശ് നിന്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ നീ എടുത്തോണം. പിന്നീട് മാനസ കൃഷിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. മാനസ വരുന്നത് കണ്ടിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. കല്യാണം കഴിയുന്നത് വരെ കല്യാണ ചെറുക്കന്റെ വീട്ടിലേക്ക് ഇങ്ങനെ എപ്പോഴും കയറി വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്
ദേഷ്യഭാവത്തില് മാനസയോട് സംസാരിക്കുന്നുണ്ട് സാഗർ. മാനസയാണെങ്കിലും അത് കേട്ട് വല്ലാതാവുന്നു.